ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ വേറെ ഒന്നുമല്ല. ഇന്ന് രാവിലെ ബീച്ചിലോട്ടൊന്ന് പോയപ്പോഴത്തേക്കും കണ്ട ഒരു കിടിലൻ കാഴ്ചയാണത്. ശരിക്കും ഇത് ഇവിടെ നമ്മുടെ കഴക്കൂട്ടത്തുള്ള സെൻറ് ആൻഡ്രൂസ് ബീച്ചാണ്. മീൻ ഇങ്ങനെ അടിച്ചേറെയാണ്. അപ്പം മീൻ അടിച്ചേർന്നതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തുമ്പ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് പേര് വല വലിച്ചപ്പോഴത്തേക്കും വല അങ്ങ് കീറിയിട്ട് കടലിൽ കൂടെ ഇങ്ങനെ മീനുകളിങ്ങനെ അടിച്ച് കയറി വന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ചെന്നപ്പോഴത്തേക്കും കാണാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് ആ നാട്ടുകാർ, സെൻറ് ആൻഡ്രൂസിലുള്ള നാട്ടുകാരെല്ലാവരും കൂടെ ഈ മീൻ അങ്ങ് വാരി എടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് മീനെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ നെത്തോലി മീനാണ്. അപ്പോൾ എന്താ ബക്കറ്റിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ് ആ ഒരു നാട്ടുകാർക്ക്. ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് രാവിലെ തന്നെ നല്ല ഒരു ലക്ക് സംഭവം. നോക്കിയാണ് എന്തുമാത്രം മീനാണെന്ന് നോക്കിയാണ്, എന്തുമാത്രം ചാകര. കടയിൽ പോയി മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നെത്തോലി ഒരു പങ്കൊക്കെ വെച്ചിട്ട് 100-200 പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയേ, എന്തുമാത്രം മീനാണ് കടലിൽ അടിച്ചു കയറിയ ആൾക്കാർ. നോക്കിയാണ് എല്ലാവരും ചാക്ക് ബക്കറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടാണ് എല്ലാവരും ഇത് വാരി എടുത്തിട്ട് പോകുന്ന. കാര്യം ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ, അതുകൊണ്ട് എല്ലാവരും ഇത് വാരി എടുക്കുകയാണ്. ഞാനും ശരിക്കും വാരി ബക്കറ്റിലും എല്ലാം നിറച്ച് കുറേ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോയി ഉണക്കാനായിരുന്നാലും. ഇനിയിപ്പം ഒരാഴ്ച ഈ ഒരു നെത്തോലി തോരൻ, നെത്തോലി ചമ്മന്തി, അങ്ങനെ നെത്തോലിയിൽ നിരവധി ഐറ്റംസ് ആയിരിക്കും ഇനി ഉള്ള ഒരാഴ്ച മൊത്തം കഴിക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ അങ്ങനെ വലയൊന്നും കീറി പോവാറില്ല. നല്ല രീതിക്കാണ് വല, അത്രയും നല്ല സെറ്റ് ചെയ്തൊക്കെയാണ് അവർ വല വിടുന്നത്. പക്ഷേ ഇതിപ്പോൾ എന്തോ അത്രയ്ക്കും ശരിക്കും മീൻ കയറി, ശരിക്കും നെത്തോലി മീൻ ശരിക്കും കയറിയപ്പോൾ അവരുടെ വല അങ്ങ് കീറി കടലിൽ കൂടെ വന്ന് അടിച്ച് കയറിയതാണ് ഈ മീൻ മൊത്തം. എന്തുമാത്രം മീനുണ്ടോയെന്ന് നോക്കിയാണ്. അപ്പം രാവിലെ വല ഇറക്കി അവർ ഇത്രയും വലിച്ച് ആ വല കരയിലോട്ട് കൊണ്ടുവന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും വലിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അത് അങ്ങ് കീറിപ്പോകുമ്പോൾ അവർക്കും വിഷമം കാണും. പക്ഷേ എന്ത് പറയാനായിട്ട്, അത് ബാക്കിയുള്ളവർക്ക് എന്തോ ഒരു ഭാഗ്യമായിരുന്നു. ഇങ്ങനെ അടിച്ച് കയറി വന്നു. അപ്പോൾ ഇത് കണക്ക് എല്ലാവരും പോയി ആ മീൻ എന്തുമാത്രം നെത്തോലി, അതും നെത്തോലി ഒരു ചെറിയ നെത്തോലിയൊന്നുമല്ല, വലിയ നെത്തോലിയായിരുന്നു. നെത്തോലി ഒരു ചെറിയ മീനല്ല എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പോൾ അങ്ങനെ ഒരു കിടിലമായിട്ടുള്ള ഒരു കാഴ്ച ഇന്ന് രാവിലെ തന്നെ സെൻറ് ആൻഡ്രൂസ് ബീച്ചിൽ പോയപ്പോഴത്തേക്കും കാണാൻ പറ്റും. എന്തുമാത്രം മീൻ. എന്തായാലും ആ നാട്ടുകാർക്ക് ഒരാഴ്ചത്തേക്ക് കോൾ അടിച്ചെന്ന് തന്നെ പറയാം. ഇത്രയും മീൻ ഇപ്പോൾ ഒരു കടയിൽ പോയി വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം പൈസ കൊടുത്ത് മേടിക്കണം. അല്ലെങ്കിൽ തന്നെ വല വലിച്ചാൽ തന്നെ പങ്ക് കിട്ടുന്നത് തന്നെ എത്രത്തോളം കിട്ടും. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ചതുപോലെയായി ആ നാട്ടുകാർക്ക്. അത്രയ്ക്ക് മീൻ കിട്ടി. അവർക്ക് ഉണക്കാനായിരുന്നാലും ഇനി നെത്തോലി തോരൻ വയ്ക്കാം, നെത്തോലി ചമ്മന്തി, എന്തൊക്കെയാണ്. അവരുടെ ഒരാഴ്ച ഇനി അടിപൊളിയായിരിക്കും. മീനെല്ലാം വാരി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അവൻ്റെ വീട്ടിലോട്ട് പോയി കവർ എടുക്കാൻ വേണ്ടി പോയി. ഇത് കാര്യമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കവറിലാക്കിയൊക്കെ കുറച്ചൊക്കെ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോകണ്ടേ. അങ്ങനെ കവർ എടുക്കാനായിട്ട് വീട്ടിലോട്ട് പോയിട്ട് ഞങ്ങൾ ആ മീനെല്ലാം കൂടെ ഒരു ബക്കറ്റിലാക്കി ഞങ്ങൾ വെച്ചിരിക്കുന്ന സ്പോട്ടിലോട്ട് ഞങ്ങൾ പാഞ്ഞു പോവുകയാണ്, വെപ്രാളത്തിൽ പോവുകയാണ്. അത് എങ്ങനെയെങ്കിലും കവറിലാക്കി വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു ധൃതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്ത് പറയാം, കണ്ട ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അവിടെ നിന്ന് അതെല്ലാം മീനെല്ലാം എടുത്ത് കഴിഞ്ഞു. കാര്യം രാവിലെ വന്നതാണ്. ഏകദേശം ഒരു 8 മണി തൊട്ട് തുടങ്ങിയതാണത്. ഇപ്പം എല്ലാം എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ആ മീൻ വെച്ചിരിക്കുന്ന സ്പോട്ടിലോട്ട് എത്താറായി. അവിടെ എത്തി. ഇനി അത് കവറിലാക്കുക, അത് വീട്ടിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. കണ്ടോ, എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയാണ്. ഇത്രയും ബക്കറ്റിലും ഇതിലും എല്ലാം നമ്മൾ എടുത്ത് വെച്ചേക്കണേ. ഇത് കവറിലാക്കുന്നു, വീട്ടിൽ പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലുള്ള കിടിലൻ വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും എടുത്ത് ഇട്ടേക്കാം. ബൈ.